ഈടാ പിള്ളേരെ, ഇതൊന്നും കണ്ട് നിങ്ങളെ ഞെട്ടല്ലേ? ആലപ്പുഴ പട്ടണത്തിൽ അതിമധുരം വിളമ്പിയോളെ. അതെ, ഞങ്ങളുടെ ഇന്നത്തെ യാത്ര ആലപ്പുഴയിലേക്കാണ്. അതിന് ഞങ്ങൾ ആദ്യം KSRTC കയറി. പിന്നെ ഞങ്ങളുടെ നേരെയുള്ള യാത്ര ട്രെയിൻ വഴിയാണ്. എൻ്റെ കൂടെ ഇന്ന് അജീഷ് സാറുണ്ട്. യെസ്, ഞങ്ങളങ്ങനെ ട്രെയിനിൽ കയറി. ഒരടിപൊളി യാത്ര. കുറേ നാളുകൾക്ക് ശേഷമാണ് സത്യത്തിൽ ട്രെയിനിൽ യാത്ര ചെയ്യുന്നത്. അപ്പോൾ അജീഷിൻ്റെ ഓരോ കുണ്ടാമണ്ടിത്തരവും കണ്ട് ഞങ്ങൾ അങ്ങനെ നേരെ ഹരിപ്പാട് ജംഗ്ഷനിൽ പോയി ഇറങ്ങി. ഹരിപ്പാട് റെയിൽവേ സ്റ്റേഷൻ ജംഗ്ഷൻ എന്ന് പറഞ്ഞ് പൊങ്കാലിടാൻ തലയും ചൊറിഞ്ഞുകൊണ്ട് കിടക്കുന്ന ഇവനൊരു കില്ലാടിയാണ് കേട്ടാ. ഞങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്ന വേണു ചേച്ചിയുടെ വീട്ടിലേക്കാണ് ഇന്നത്തെ യാത്ര. ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ തന്നെ ചേച്ചിയുടെ മാമനെ ഞങ്ങളെ പിക്ക് ചെയ്യാൻ അയച്ചു. പുള്ളി ഒരു കിടിലം ക്യാരക്ടറാണ്. പുള്ളിക്ക് ഞങ്ങൾക്ക് പുള്ളിയെയും വളരെയധികം ഇഷ്ടപ്പെട്ടു. ഈ ഒരു ഗ്രൗണ്ടൊക്കെ കണ്ടപ്പോൾ അങ്ങ് വല്ലാണ്ട് നൊസ്റ്റാൾജി അടിച്ചു. അപ്പോഴേക്കും വേണിയുടെ മോൻ കരാട്ട ക്ലാസ്സൊക്കെ കഴിഞ്ഞ് ഞങ്ങളുടെ വണ്ടിയിൽ വന്ന് കയറി. ഞങ്ങൾ നേരെ അവരുടെ വീട്ടിലെത്തി. കണിശക്കാരനായ അജീഷ് സാർ അവൻ്റെ വർക്കുകളിൽ മുഴുകിയിരിക്കുകയായിരുന്നു. അതെ, ഞങ്ങൾ ഈ ബൈക്ക് തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവരാനാണ് ഞങ്ങൾ അവിടെ പോയപ്പോൾ പെട്രോൾ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞങ്ങൾ പോയി പെട്രോളൊക്കെ മേടിച്ച് പൊളിയായിട്ട് നേരെ ആ വണ്ടിയിൽ വന്ന് ഫില്ല് ചെയ്തു. അങ്ങനെ നോക്കിയപ്പോൾ അവിടെ ഇവിടെ എന്തൊക്കെയോ സൗണ്ടുകളും കാര്യങ്ങളും എല്ലാം കേൾക്കുന്നുണ്ട്. വണ്ടി സ്റ്റാർട്ടാവാൻ ഒരു മടിയും കാണിച്ചു. ഇതാണ് എനിക്ക് വണ്ടി ദാനം ചെയ്യുന്ന വണ്ടി മുതലാളി വേണി. കൂടെ നിൽക്കുന്നത് വേണിയുടെ മോൻ കൊച്ചു മുതലാളി നന്ദു. അടിപൊളി ചിക്കൻ കറിയും ചോറും അച്ചാറും തോരനും എല്ലാം കൂടെ ചേർന്നൊരു അടിപൊളി ഫുഡാണ് ഞങ്ങൾക്ക് വേണി തന്നത്. അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ നേരെ വർക്ക്ഷോപ്പിൽ പോയി ചെറിയ മിസ്സിംഗ് ഒക്കെ ഉള്ളത് കാണിക്കാൻ വേണ്ടി കയറി. ഈ പുള്ളിക്കാരനെ നോക്കി വെച്ചോ. ഞങ്ങളിവിടെ നേരെ NTPCയിലേക്ക് കയറി. NTPC എന്ന് വെച്ചാൽ നാഷണൽ തെർമൽ പവർ കോർപ്പറേഷൻ. നല്ല അടിപൊളി വ്യൂ ഉള്ള പ്ലേസ് ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ അവിടെ നീങ്ങനെ യാത്ര ചെയ്യാൻ വേണ്ടി പോയതാണ്, കാണാൻ വേണ്ടിയിട്ട് പോയതാണ്. അവിടെ അടിപൊളി മെസ്സിയുടെ ഒരു അടിപൊളി കട്ടൗട്ടായിരുന്നു. വളരെ വലിയൊരു കട്ടൗട്ട് അവരവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നേരെ വേണിയുടെ വീട്ടിൽ പോയി മോനെ ഡ്രോപ്പ് ചെയ്ത് ഞങ്ങളൊരു സെൽഫി എടുത്ത് അവിടെ നിന്ന് മടങ്ങി. പക്ഷേ വഴിയിൽ കാത്തിരുന്നത് വലിയൊരു പണിയായിരുന്നു. കാർബറേറ്റർ വീണ്ടും ലീക്കായി. ഈ പയ്യൻ അടിപൊളി പയ്യനാണ്, സൂപ്പറായിട്ട് പണിയെടുത്തു. നേരത്തെ കണ്ട ചേട്ടനെ പോലെയല്ല, അടിപൊളിയായിട്ട് റെഡിയാക്കി ഞങ്ങൾ തന്നു. ഞങ്ങളവിടെ നേരെ വീണ്ടും പോയത് വണ്ടാനം മെഡിക്കൽ കോളേജിലേക്കായിരുന്നു. അവിടെ നിന്ന് വൈഫിൻ്റെ അനിയത്തെയും കണ്ട് ഞങ്ങൾ നേരെ ഇറങ്ങി ലിൻഡോ ചേട്ടൻ്റെ വീട്ടിൽ കയറി. ലിൻഡോ ചേട്ടനെയും കണ്ടു. ഞങ്ങൾ നേരെ തിരിച്ച് വീട്ടിലേക്കാണ്. ഇനി വരാൻ പോകുന്ന എൻ്റെ വീഡിയോയിൽ നിങ്ങൾ കാണാൻ പോകുന്ന ഈ പച്ചക്കുട്ടൻ്റെ അപ്ഡേഷൻസ് ആണ്. ചെയ്യാൻ പോകുന്ന പണികളും മോഡിഫിക്കേഷൻസും എല്ലാം കാണാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ വീഡിയോ കാണുക. ബൈ.